സമയം 6:06 5 മണിക്കാണ് അലാറം വെച്ചത്. അലാറത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 5 മണിക്ക് അടിച്ചിട്ട് ഞാൻ ഓഫാക്കി. അങ്ങനെ പല്ല് തേപ്പും ബാക്കി കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് വ്യായാമമാണല്ലോ. അങ്ങനെ കുറച്ച് വ്യായാമമൊക്കെ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പോഴാണ് നമ്മൾ പ്ലാനിങ്ങിൽ നിന്ന് വ്യത്യാസം വന്നത്. ഇന്ന് തായ്ഫിൽ ഒരു സൈറ്റിലെ പോകുള്ളത് പെട്ടെന്ന് വേറെ സൈറ്റിൽ നിന്ന് ഒരു വിളി വന്നു. ആ സൈറ്റിൽ കറണ്ട് വരുന്നില്ല. അത് കണ്ടില്ല നിങ്ങൾ ടീഷർട്ട് ക്യാമറ കുറേ പർച്ചേസ് ചെയ്തപ്പോൾ ഒരു അവസാനം ഒരു ടീഷർട്ട് തന്നാണ് അവർ. രാവിലെ 7 മണിയാകുമ്പോഴത്തേനുള്ള വെയിലാണിത്. അങ്ങനെ സൈറ്റിലെത്തി കറണ്ടൊക്കെ ശരിയാക്കി നമ്മളൊരു സാൻഡ്വിച്ചും ചായയും കുടിക്കാന്നുള്ള രീതിയിൽ നമുക്ക് ഇനി തായ്ഫ് കുറുമ എന്ന സ്ഥലത്തേക്ക് പോകണേ. 450 കിലോമീറ്റർ ഓടാണ്ട് അങ്ങോട്ട് ഇന്ത്യയിലെ പോണേക്ക് വിമാനമൊക്കെ നിർത്തിയിട്ടിരിക്കുന്നു. ഒട്ടകവും ആടും അത് വേറെ വൈക്ക് വണ്ടി. ഞാൻ കാണാൻ നമ്മൾ യൂസഫ് അലി കാക്കാൻ്റെ ഒരു വീഡിയോ. ഈ കാണുന്ന ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ നമ്മൾ മക്ക വഴി ആട്ടോ പോകണം. പോകുമ്പോൾ അത് കണ്ട് ആ കാണുന്ന ക്ലോക്ക് ടവർ പോണ വഴിക്കഴിഞ്ഞ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടോ. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ചുരമാണ്. തായ്ഫിൽ കുറുമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് 3 വഴിയുണ്ട്. നമ്മൾ ചുരം വഴിയായിട്ട് തിരഞ്ഞെടുത്ത് പോണ വഴിക്ക് ഒരു 2 മിനിറ്റ് നിർത്തിയിട്ട് ആ വ്യൂ ഒക്കെ ഒന്ന് മേലെ നോക്കി പണ്ട് കയറുമ്പോൾ കൂടി കുറച്ച് വണ്ടികളൊക്കെ പോകണം. അതിൻ്റെ ഉള്ളിൽ ആൾക്കാരും ഉണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ഉള്ള മാർക്കാണ്. പക്ഷേ എത്ര സെറ്റപ്പിൽ ഉണ്ടാവില്ല. ചുരത്തിൻ്റെ താഴത്തു നിന്ന് മേലെ വരെ ഈ വണ്ടി സർവീസ് ഉണ്ട്. പിന്നെ സൈഡ് നോക്കിയപ്പോൾ തുരങ്കൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം ഇവിടുത്തെ ആൾക്കാർ. ആ കാണുന്നതാണ് തുരങ്ക. അതിനടി കൂടി റോഡ് പോകുന്നുണ്ട്. എവിടെ ചെന്നിട്ട് അവസാനിക്കണമെന്ന് അറിയില്ല. നമ്മളെ നാട്ടിലെ ചുരത്തിന്റെ സൈഡിലൊക്കെ ഫുള്ള് മരങ്ങൾ, 2 സൈഡിലും മരങ്ങളോ. ഈ പാറക്കല്ലുകൊണ്ടുള്ള മലകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ മേലെ എത്തിയപ്പോൾ ഈ വണ്ടി അവിടെ എത്തിക്കണം. മേലെ നമ്മൾ ജിദ്ദയിൽ തായ്ഫിൽ എത്തിയപ്പോൾ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് മാറിയിരിക്കണം. കുപ്പിയാണ് തുറന്നപ്പോൾ സൗണ്ട് ആയിട്ട് കക്സിയൊന്നുമില്ല കേട്ടോ, പച്ച വെള്ളമാണ്. നമുക്കിനി 2 മണിക്കൂർ കൂടി ഓടാൻ 150 കിലോമീറ്റർ നേരെ റോഡാണ്. സൈറ്റിൽ എത്തിയപ്പോൾ നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുഡ് നമ്മളൊരു വെറൈറ്റി ഫുഡാണ് ട്രൈ ചെയ്തത്. അതിൻ്റെ കൂടെ ആട് സൂപ്പും ഉണ്ട്. തൻവീറിനെ കണ്ട വിചാരിച്ചു മെർക്ക ഡോക്ടറാണ്. ഗ്ലൗവും മാസ്ക് ഇട്ടിട്ടാണ് പണിക്കിറങ്ങണത്. സംഭവം കൈമ ചളിയാവാതിരിക്കാനാണ്. പിന്നെ പെട്രോളല്ല, അതിന്റെ സ്മെല്ലും ഉണ്ടാവും. ഇതാണ് അതിന്റെ മോട്ടർ. ഇത് മാറ്റി പുതിയതാക്കണം. പിന്നെ അവിടുത്തെ പണി കഴിഞ്ഞ് നമ്മളവിടുന്ന് ഗുഡ് ബൈ പറയാണ്. പോകുമ്പോൾ അത് നല്ല മഴ വരാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, പെയ്യൽ തുടങ്ങിയിരിക്കണ്. അങ്ങനെ അമ്മാതിരി മഴയാണ് പെയ്തത്. കണ്ണു പോലും കണ്ണുണ്ടായിട്ടില്ല. പിന്നെ മഴ പെയ്യണതല്ലേ, നമ്മൾ പതുക്കെ പോയി. ബാക്കിലൊക്കെ വണ്ടികൾ ചീറിപ്പഞ്ഞ് വരുന്നതല്ലേ. കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോൾ പിന്നെ മഴ ശാന്തായി. യാഹുദാ. പിന്നെ അതിലും വലുതാ വന്നത്, പൊടിക്കാറ്റാ പിന്നെ വന്നത്. ഇതിലാ പല ആക്സിഡന്റ് ഉണ്ടാവുക. കാരണം പലർക്കും കണ്ണ് കാണൂലല്ലോ. നമ്മളനുസരിച്ച് നോക്കിയും കണ്ടു പതുക്കെ പോയത്. കുറേ ദൂരം പോയപ്പോൾ രണ്ടാൾക്കും ക്ഷീണിച്ചപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഒരു പമ്പിൽ നിർത്തി. അപ്പോഴും പൊടിക്കാറ്റ് നമ്മളെ പിന്നാലെ വരുന്നുണ്ടല്ലോ. നല്ല അടിച്ചാപ്പൊളി കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂത്രയ്ക്കാൻ മുട്ടുണ്ടോ എന്നൊരു സംശയം. പിന്നെ അത് ബാക്കിയൊക്കെ ഉണ്ട്. അതും കൂടെ കഴിച്ചു കണ്ട് പോകാൻ വിചാരിച്ചിട്ട് തിരിച്ചു വന്ന് ബാക്കിയുള്ള ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ഭയാനകമായ കാറ്റും പൊടിക്കാറ്റും കൂടെ വരുന്നത്. അവിടെ പിന്നെ കൂടുതൽ നിന്നാൽ ചായയിൽ കടുപ്പം കൂടും, അതായത് പൊടി കൂടും എന്ന് വിചാരിച്ചിട്ട് വേഗം വണ്ടീനുള്ളിൽ 1 കിലോമീറ്ററോളം നിൽക്കണം. ഈ പൊടിക്കാറ്റ് കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കണം. നമ്മൾ ഒരു വിധത്തിലും നമ്മളവിടുന്ന് കഴിച്ചില്ലായിട്ടാ പതുക്കെ പോയതുകൊണ്ട്. പിന്നെ നമ്മൾ പൊടിക്കാറ്റ് കഴിഞ്ഞ് നമ്മൾ ചുരം ഇറങ്ങാനുള്ള പരിപാടിയില്ല. അപ്പോഴേക്കും ചെറുതായിട്ട് ഇരുട്ടായി. നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടതുകൊണ്ട് ഏതായാലും പോകണ വയ്യല്ലോ, 2 മിനിറ്റ് നിർത്തേണ്ട കാര്യമല്ലോ. ഏതായാലും നമ്മൾ അതിന്റെ മേലെ നിർത്തി വ്യൂ ഒക്കെ ഒന്ന് കണ്ടു നോക്കി. നമ്മുടെ നാട്ടിൽ ഊട്ടി എങ്ങനെയാണ് അതേപോലത്തെ ഒരു ഫീൽ ആട്ടോ അവിടെ. ചെറിയ തണുപ്പും നല്ല തണുത്ത കാറ്റും. ചുരത്തിലായാലും സ്ട്രീറ്റ് ലൈറ്റ് മസ്റ്റാ. എന്താ രസല്ലേ കാണാൻ. തായ്ഫിന്റെ ചരിത്രമൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. വിധങ്ങൾ ജനിച്ചത് മക്കളാണെങ്കിലും പിന്നെ കുട്ടിക്കാലത്ത് തായ്ഫിലേക്ക് കൊണ്ടേ നമ്മളവിടെ ഒരു 5 മിനിറ്റ് നിന്നിട്ട് പിന്നെ ചുരം ഇറങ്ങിട്ടോ. പിന്നെ നമ്മൾ ജിദ്ദയിൽ ഷറഫിയിൽ എത്തിയൊരു മലയാളി ഹോട്ടലിൽ കയറി. ഒരു ചില്ലി ഗ്രേവിയും 2 നെയ്ച്ചോറും പറഞ്ഞു. ഫുഡ് ഉഷാറ് ഫുഡ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹോട്ടലിന്റെ പേര് വരുന്നത് ജിദ്ദയിലെ ഷറഫിയിലെ മലയാളികൾ ഹോട്ടൽ. മലയാളികൾ കൂടുതലുള്ള ഒരു ഏരിയ. അതൊക്കെ നമ്മൾ റൂമിൽ പോയി.